കൊട്ടിക്കലാശത്തിനൊടുവിൽ കണക്കുകൂട്ടലുമായി മുന്നണികൾ. ചവറയിലെ പ്രചാരണത്തിന്റെ സമാപനം കഴിഞ്ഞപ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. UDF, NDA സ്ഥാനാർത്ഥികൾ പ്രധാന കേന്ദ്രത്തിൽ കലാശക്കൊട്ട് നടത്തി. LDF ആകട്ടെ ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിലായിരുന്നു പ്രചാരണത്തിന്റെ സമാപന ദിനം പരിപാടികൾ സംഘടിപ്പിച്ചത്. ആവേശത്തിരയിളക്കിയാണ് ചവറയിൽ കലാശക്കൊട്ട് നടന്നത്. UDF, NDA സ്ഥാനാർത്ഥികൾ പ്രധാന കലാശക്കൊട്ടിൽ പങ്കെടുത്തപ്പോൾ LDF സ്ഥാനാർത്ഥി ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രചാരണ പരിപാടികളിൽ ഓട്ടപ്രദർശനം നടത്തുകയായിരുന്നു. രാവിലെ മുതൽ പ്രചാരണ വാഹനങ്ങൾ എല്ലാ പ്രാദേശിക മേഖലകളിലും സഞ്ചരിച്ചു. വൈകിട്ടോടെ പ്രധാന കവലകളിലേക്ക് വാഹനങ്ങളും പ്രവർത്തകരും എത്തിത്തുടങ്ങി. വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ഉയർത്തിയുള്ള അനൗൺസ്മെന്റുകളും ഗാനങ്ങളും ഉയർന്നതോടെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തിലായി. രാമൻകുളങ്ങര, കാവനാട്, ശക്തികുളങ്ങര, നീണ്ടകര, ചവറ, കുറ്റിവട്ടം, ഇടപ്പള്ളിക്കോട്ട, തേവലക്കര, ചേന്നങ്കര, നടക്കാവ്, തെക്കുംഭാഗം, കോയിവിള, കുട്ടുകാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കലാശക്കൊട്ടുകൾ നടന്നത്. ചവറ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന കലാശക്കൊട്ട്. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ, NDA സ്ഥാനാർത്ഥി KR രാജേഷ് എന്നിവർ ചവറയിലെ കലാശക്കൊട്ടിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി സുജിത് വിജയൻപിള്ള ഇവിടെ നിന്ന് വിട്ടുനിന്നു. ചവറയിലെ കലാശക്കൊട്ടിനിടയിൽ നേരിയ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. പോലീസും നേതാക്കളും ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. കലാശക്കൊട്ടിനിടെ തുറന്ന വാഹനത്തിലെത്തിയ ഷിബു ബേബി ജോണിനെ പ്രവർത്തകർ തോളിലേറ്റി മുദ്രാവാക്യം മുഴക്കി. NDA സ്ഥാനാർത്ഥി KR രാജേഷും തുറന്ന വാഹനത്തിലാണ് എത്തിയത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മുന്നണി പ്രവർത്തകർ ആവേശത്താൽ മതിമറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിലായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചാരണം. പ്രധാനപ്പെട്ട എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കലാശക്കൊട്ട് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.